ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ദേവസ്വം ബോർഡിനെ സംശയ നിഴലിൽ നിർത്തി ഹൈക്കോടതി. ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷ്യം വെച്ചത് രാജ്യാന്തര വിഗ്രഹ കടത്തെന്ന സംശയവും. ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 എല്ലാവർക്കും പറ്റി. 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക പാളി കൊടുത്തുവിട്ടത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയില്ല. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രാജ്യാന്തര വിഗ്രഹ കടത്തുകാരൻ സുഭാഷ് കപൂറുമായാണ് കോടതി താരതമ്യപ്പെടുത്തിയത്. ശബരിമലയിലെ മൂല്യവസ്തുക്കളുടെ പകർപ്പുണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യമെന്നും കോടതി സംശയിക്കുന്നു. താൻ എനിക്കൊരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ. ഞാൻ വല്ല മലയാളിലോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചോളാം. പോറ്റിയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരെ വഞ്ചിച്ചു എന്ന നിഗമനത്തിലാണ് കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിലെത്തുമ്പോൾ കോടതി പോലും ഞെട്ടുന്ന സാഹചര്യമാണുള്ളത്. എന്നോട് പൊറുക്കണം, ഒന്നും പുറത്തേക്ക് പോയിട്ടില്ല.